മൊത്തം ഹണി റോസ്റ്റിൻ്റെ ചർച്ചയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പം ഓരോ ആൾക്കാർ ഈ വിഷയത്തിൽ പ്രതികരിക്കുന്നുണ്ട്. ഇനിയും ഒരുപാട് ആൾക്കാർക്ക് കേസ് എടുക്കും എന്നൊക്കെ പറയുന്നു. ഇവർ ശരിക്കും എന്താണ് മാർക്കറ്റ് ചെയ്തത്? ഇവരുടെ ശരീരമാണ് ഇവർ മാർക്കറ്റ് ചെയ്തത് തന്നെ. അല്ലാതെ ഇവർ മര്യാദയ്ക്ക് ഡ്രസ്സ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു പട്ടി പോലും ഒരു ഇനാഗ്രേഷനും വരത്തില്ല. അത് ഇവർക്ക് വ്യക്തമായിട്ടുള്ള ബോധ്യമുണ്ട് ഹണി റോസിന്. അങ്ങനെ തന്നെയാണ്. പിന്നെ വിളിക്കുന്നവർക്കൊരു മര്യാദ വേണം, അല്ലെങ്കിൽ മര്യാദയ്ക്കുള്ള ഡ്രസ്സിൽ വരണം. പിന്നെ ഈ നാട്ടുകാർ പറയുന്ന കമൻസ് ചെയ്യുന്നതിന്, ബാഡ് കമൻസ് ചെയ്യുന്നതിനാണോ കുറ്റം? എന്താണ് പറയുന്നത്? അപ്പം കേരളത്തിലുള്ള എല്ലാവരും പിടിച്ചിട്ട് ജയിലിലെടുത്തിടേണ്ടി വരും. 1,00,000 പേരൊന്നും അല്ല, 1 കോടി പേരെ എടുത്തിടേണ്ടി വരും. ബിക്കോസ് അത്രമാത്രം ബാഡ് കമൻസ് വരുന്നുണ്ട് അവർക്ക്. ഇതെല്ലാം ഒരുപാട് ഈവൻ നമ്മൾ പോലും ട്രോൾ ചെയ്തിട്ടുണ്ട്. സോ എനിക്കൊന്ന് പറയാനുള്ളത്, ഈ ബോച്ചെ വിഷയത്തിൽ ഇവർ അഭിനയിച്ചിരിക്കുന്നത് ട്രിവാൻഡ്രം ലോഡ്ജ് എന്ന സിനിമയിൽ ജയസൂര്യ എടുത്തൊരു ചോദ്യം ചോദിക്കും, നിങ്ങൾ ആ സിനിമ കണ്ടിട്ടുണ്ടാവും, എന്നെ എന്താണ് കൂടുതൽ ഇഷ്ടമെന്ന് ചോദിക്കുമ്പോൾ ജയസൂര്യ പച്ചയ്ക്ക് പറയുന്നുണ്ട്. അപ്പോൾ ഇതൊന്നും ഡബിൾ മീനിങ് അല്ലേ? അതുപോലെ തന്നെ ലക്കി സിംഗിനകത്ത് മോഹൻലാൽ, ലാലേട്ടൻ ഹണി റോസിനോട് സംസാരിക്കുന്ന ഒരു രംഗമുണ്ട്, അതൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഇപ്പോൾ ഇതെല്ലാം ഡബിൾ മീനിങ് അല്ലേ? ഇപ്പോൾ ഇവർക്കെതിരെ ഇപ്പോൾ ആക്ഷൻ എടുക്കുമ്പോൾ ഈ ബോബി ചെമ്മണ്ണൂരിനെടുത്തോണം ഇവർക്കെല്ലാം എതിരെ എടുക്കണമല്ലോ ആക്ഷൻ. അതുകൊണ്ട് എന്തുകൊണ്ട് പറഞ്ഞില്ല? അപ്പോൾ അതല്ല, ഇപ്പം ഇനാഗുറേഷനും കാര്യങ്ങളൊക്കെ കുറച്ച് കുറഞ്ഞിട്ടുണ്ട്, ഇപ്പം ഡിമാൻഡ് കുറഞ്ഞിട്ടുണ്ട്. ഇപ്പം ബോബി ചെമ്മണ്ണൂറാണെങ്കിലും ഇപ്പം മാളവികയെ കൊണ്ടുവരുന്നുണ്ട്, പിന്നെ ഇപ്പം ഹൻസിക മോത്തുവാനെ കൊണ്ടുവന്നിട്ടുണ്ട്. അതിൻ്റെ അവരെയൊക്കെ കൂടുതൽ പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. എന്തോ ഇതിനകത്ത് ശരിക്കുള്ള വിഷയം എന്നൊന്നും അറിയത്തില്ല. ശരിക്കും ഇവർ മാർക്കറ്റിംഗ് തന്നെയാണ് ഉദ്ദേശിച്ചത്, അതിനകത്തൊരു സംശയമില്ലാത്ത കാര്യമാണ്. അല്ലാതെ എന്താണ് ഇവർ ഉദ്ദേശിക്കുന്നത്? കുറച്ച് ഞരമ്പ് രോഗികളായിട്ടുള്ള കുറേ ആൾക്കാരുണ്ട്, ദാരിദ്ര്യം പിടിച്ച കുറേമാരുണ്ട്. അവന്മാർക്ക് ഇത് കാണുമ്പോൾ ഒരു കുളിർമ, അതിന് തന്നെ വന്നിട്ടുണ്ട്. അല്ലാതെ ഇവരുടെ ഈ ഷോപ്പുകളുടെ മഹിമയും ആ കടയുടെ രീതിയും കണ്ടിട്ടൊന്നും ഉള്ള ആൾക്കാർ വന്നിരിക്കുന്നതും ഇതൊക്കെ കാണാനും. അത് എല്ലാവർക്കും 100% അറിയാവുന്ന ഒരു കാര്യമാണ്. അല്ലെന്ന് നിങ്ങൾ ആരെങ്കിലും ഒന്ന് പറയൂ. പിന്നെ ഇപ്പം സപ്പോർട്ട് ചെയ്യുന്ന കുറച്ച് ഫെമിനിസ്റ്റുകളും കാര്യങ്ങളൊക്കെ ഇതിന് വേണ്ടിയിട്ട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. എന്തിനാണെന്നറിയത്തില്ല. ഇവരൊക്കെ തന്നെ ഓപ്പോസിറ്റായിട്ട് പറഞ്ഞ ആൾക്കാർ ഇപ്പോൾ പോയി സപ്പോർട്ട് ചെയ്യുന്ന എന്തിനാണെന്നറിയത്തില്ല. പിന്നെ ബോബി ചെമ്മണ്ണൂരിനെ പിടിച്ചിട്ട് പേപ്പടി കാട്ടിയിട്ട് ഇതിനകത്ത് കൊണ്ടിട്ടേക്കുന്നുണ്ട്. എനിക്ക് മനസ്സിലാവുന്നില്ല. കേസ് പുള്ളിക്കാരനെതിരെ എടുത്തിട്ട് പുള്ളിക്കാരൻ ഇപ്പോൾ പോലെ ഇറങ്ങും, വേറെ കാര്യമൊന്നുമില്ല. പിന്നെ ഇതോടുകൂടി ഇവരുടെ ഡിമാൻഡ് കുറച്ചും കൂടി കുറയത്തേ ഉള്ളൂ, കൂടത്തില്ല. ഇനിയിപ്പം ഇനാഗുറേഷൻ കിട്ടത്തില്ല. ബിക്കോസ് ഇവരെ പ്രൊമോട്ട് ചെയ്യുന്ന ആൾക്കാർക്കെതിരെ ഇവർ തിരിഞ്ഞു കഴിഞ്ഞാൽ ഇവരുടെ മാർക്കറ്റ് ഓട്ടോമാറ്റിക്കലി കുറയും. അതിലൊരു സംശയമില്ലാത്ത കാര്യമാണ്. നിങ്ങൾ തന്നെ ആലോചിച്ച് നോക്ക്. ശരിയല്ലേ? അപ്പം ഞാൻ പറയുന്നതിനോട് യോജിക്കുന്നവർ കമൻസ് ചെയ്യാം. ഹണി റോസ് എന്ന് പറയുന്ന വ്യക്തി, അല്ലെങ്കിൽ ഇപ്പം കുറേ അന്നലിച്ചുണ്ട്, പിന്നെ മാളവിക മേനോൻ, ഇവരൊക്കെ മാർക്കറ്റ് ചെയ്യുന്നവരുടെ ശരീരം തന്നെയാണ്. അത് തന്നെയാണ് ടാർജറ്റ്. അതിനുള്ള കുറേ ആൾക്കാർ വരുന്നുമുണ്ട് അത് കാണാനും. അല്ലാതെ വേറെ എന്താണ് ഇവിടെ നടക്കുന്നത്? ഇതൊക്കെ സംസാരിക്കാനും കുറച്ച് ട്രോൾസും കാര്യങ്ങളൊക്കെ ചെയ്യുന്നതിൻ്റെ ഓപ്പോസിറ്റ് അല്ല വെക്കേണ്ട. ആദ്യമേ സ്വയം നന്നാവണം. സമൂഹത്തിൽ വരുമ്പം നമ്മുടെ വേഷവിധാനങ്ങൾ കറക്റ്റ് ആണെങ്കിൽ അതിൽ എത്ര അന്തസ്സുള്ള ആരെങ്കിലും വരുന്നുണ്ടോ ഇത് കാണാൻ? ഇനാഗ്രേഷൻ ആരെങ്കിലും വരുന്നുണ്ടോ? അന്തസ്സുള്ള വീട്ടിൽ ഒരാളും വരുന്നില്ല. കുറച്ച് കിടാങ്ങൾ മാത്രം വരുന്നുണ്ട്. അത് ഏതെങ്കിലും ഒരു പെൺകുട്ടികൾ വരുന്നുണ്ടോ? ഇവരുടെ വേഷവിധാനം നോക്കിയിട്ട് വരുന്നില്ല. അപ്പോഴ് അതാണ് ഇവരുടെ പ്രശ്നം. അപ്പോൾ എനിക്ക് പറയാനുള്ള പറഞ്ഞു. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഷെയർ ചെയ്യാം. എൻ്റെ യൂട്യൂബ് ചാനലുണ്ട്, സബ്സ്ക്രൈബ് ചെയ്യാം. ഓക്കെ, ഷെയർ ഇറ്റ്.